എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ മൽഹാർ. ഞാനിപ്പോൾ ഉള്ളത് പരവൂർ ഒരു വീട്ടിലാണുള്ളത്. ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ ഗൃഹനാഥൻ ഈ വീട്ടുകാരെ ഉപേക്ഷിച്ച് പോയിട്ട് ഏകദേശം 6 വർഷം കഴിയുന്നു. അദ്ദേഹം വിദേശത്തായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് 6 വർഷമായി ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്ന സുബിഷ എന്ന മകളും സുബിൻ +2 പഠിക്കുന്ന നെടുങ്ങോല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അമ്മ രോഗിയാണ്. ആ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ തയ്യൽ പണി എടുത്തിട്ട്, തുന്നൽ പണിയിൽ നിന്ന് നമുക്കറിയാം തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. അവരുടെ നിത്യവൃത്തി കഴിയാൻ തന്നെ വയ്യാത്തൊരു സാഹചര്യത്തിൽ ഒരു വലിയ ബർഡൻ അവരുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ബാങ്കിൽ നിന്നും പരവൂർ ബ്രാഞ്ചിൽ നിന്നും ഏകദേശം 11 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇപ്പോൾ ലോൺ ബാധ്യത ആയിട്ടുണ്ട്. ഹസ്ബൻഡ് വിദേശത്തായ സമയത്ത് ഈ ചേച്ചിയുടെ പേരിലുള്ള വസ്തുവിൽ ചേച്ചിയെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ഒരു വീട് വെച്ചതാണ്. അദ്ദേഹം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ ലോൺ അധികമായി 8 ലക്ഷം രൂപ എടുത്തത് ഇപ്പോൾ ഏകദേശം 11 ലക്ഷം രൂപയ്ക്ക് അടുത്തായി. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. ഏത് നിമിഷവും അവർ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി കൊടുക്കണം. ഒരുപാട് ആഗ്രഹിച്ചൊരു വീട് വെച്ചതാണ്. അപ്പോൾ ഇവർക്ക് ഈ വീട്ടിലിപ്പോൾ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അത് മാത്രമല്ല, ഈ ചേച്ചിക്ക് ചികിത്സയ്ക്കോ ഈ കുട്ടികൾക്ക് പഠിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. നന്നായിട്ട് പഠിക്കുന്ന 2 മക്കളാണ്. ഇവിടുത്തെ മോൾ ഒരു മിടുക്കി കുട്ടിയാണ്. അവള് പ്രസിഡന്റിന്റെ അടുത്ത് പോയി പ്രൈം മിനിസ്റ്റർ റാലിയിൽ പങ്കെടുത്ത മിടുക്കിയാണ്. ഒരുപാട് മെഡലുകൾ മേടിച്ചിട്ടുള്ള മിടുക്കിയായ ഒരു കുട്ടിയാണ്. SN കോളേജ് കൊല്ലം പഠിക്കുന്ന കുട്ടിയാണ്. അതുകൂടാതെ മകൻ ബോക്സിംഗ് ചാമ്പ്യനാണ്, സ്റ്റേറ്റ് ലെവൽ വിന്നറാണ്. ഇത്രയും മിടുക്കരായ 2 മക്കളെ ഉപേക്ഷിച്ചു പോയ അച്ഛന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന ഈ വീട്ടുകാരെ സഹായിക്കാൻ സോഷ്യൽ മീഡിയയിലെ എല്ലാ സഹോദരങ്ങളോടും വളരെ ദയയോടുകൂടി, വളരെ താഴ്മയോടുകൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ ദുരിതത്തിൽ നമുക്കെല്ലാവർക്കും ഇവരെ കൈത്താങ്ങാവാം. ഇവർക്ക് നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും സഹായിക്കുക. പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന്. യാഥാർത്ഥ്യമാണ്. ഞാൻ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ്. കൂടാതെ ഈ വീട്ടിലുള്ളവർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നെയും എൻ്റെ മാനേജറെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ 9544983730. മാനേജർ ഷാന്റെ നമ്പർ 9446607418 9048099241. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഇത് വളരെ വേഗം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും, എല്ലാ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്കും, എല്ലാ കൂട്ടായ്മകളിലേക്കും വളരെ വേഗം ഷെയർ ചെയ്ത് ഈ കുടുംബത്തിനെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് നമ്മൾ സന്തോഷകരമായി തിരിച്ചെത്തിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം ഇവരുടെ മുന്നിൽ ഈ മക്കളെയും കൊണ്ട് ഈ അമ്മയ്ക്ക് മുന്നിൽ വേറൊന്നുമില്ല, മരണം മാത്രമാണ് വഴിയെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ദയവ് ചെയ്ത് മരണത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾക്ക് എല്ലാവർക്കും ഈ 3 അംഗ കുടുംബത്തെ ചേർത്ത് പിടിക്കാം. നിങ്ങൾക്ക് ഈ ചേച്ചിയുടെ വാക്കിൽ നിന്ന് തന്നെ ബാക്കി കേൾക്കാം. ഒരു തയ്യൽ ജോലി ചെയ്താൽ ഈ കൊച്ചുങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിക്കുന്നത്, പഠിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റാതെ വന്നിരിക്കുകയാണ്. ഇപ്പം 10-30 വർഷം കൊണ്ടേ തയ്ക്കുവാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനും പറ്റാതായി അസുഖങ്ങൾ മുഖേന. എന്നാലും ഞാൻ അവരെ ഇവിടം വരെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഇനിയും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കിടക്കാടം ഇല്ലാതെ വന്ന കൊച്ചുങ്ങളെ കിടത്താൻ എന്നെ കൊണ്ട് സ്ഥലമില്ലാതായി. എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം വന്നത്. ഒരു കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ട് ഞങ്ങളെ കളഞ്ഞിട്ട് പോയത്. ഒരുപാട് കേസ് കൊടുക്കുകയും എല്ലാം ചെയ്ത് ഞാൻ എൻ്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരാൻ, എന്നിട്ട് നടന്നില്ല. ഇപ്പം പുള്ളിക്കാരൻ വേറൊരു സ്ത്രീയായിട്ട് ജീവിക്കുന്നെന്നാണ് അറിഞ്ഞത്. ഇനി അതിൻ്റെ പിറക്കെ പോകണ്ടെന്ന് വിചാരിച്ച് കടപ്പാടം തിരിച്ചു കിട്ടിയാൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോന്ന എൻ്റെ വിഷമം എല്ലാവരും മനസ്സിലാക്കണം, സഹായിക്കണം. ഇവിടുത്തെ മോളെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. നിങ്ങൾക്കിത് ശരിക്കും നമുക്ക് സങ്കടമുണ്ട് 2 കുട്ടികളെ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ. പക്ഷെ ഈ മിടുക്കിയായ കുട്ടി പഠിച്ച് വളർന്ന് സമൂഹത്തിന് ഒരുപാട് താങ്ങും തണലും ആവേണ്ട കുട്ടിയാണ്. തീർച്ചയായിട്ടും ഇവള് നിങ്ങളോട് സംസാരിക്കും. കാരണം ഇതുപോലുള്ള മിടുക്കി കുട്ടികൾ ഇത്തരം സഹനങ്ങളിലൂടെയാണ് ഒരുപാട് വിജയത്തിലേക്ക് എത്തുന്നതും സമൂഹത്തെ സംരക്ഷിക്കാൻ കരുത്തരാവുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മോൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. ഈ മോളുടെ സങ്കടം നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എങ്കിലും
വീട് പോകും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. പഠിക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് എപ്പോഴും വീടിൻ്റെ ഒരു പ്രശ്നം. ഒത്തിരി തവണ ഇതുപോലെ ജപ്തിയാവും എന്ന് പറഞ്ഞപ്പോഴും പലരെയും കണ്ട് സഹായം കിട്ടിയിട്ടൊക്കെയാണ് ജപ്തി നീട്ടി കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഒരു പെട്ടെന്ന് വന്നിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ തുക അടയ്ക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. പൈസ കണ്ടുപിടിക്കാൻ സഹായിക്കണം. എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീട് തിരിച്ചു പിടിക്കാൻ പറ്റൂ. ഒരു ജോലി വാങ്ങിച്ച് എനിക്ക് അമ്മേനെ നോക്കണം. അത് പക്ഷെ കുറച്ചുകൂടി ടൈം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ എല്ലാവരുടെയും സഹായം ചോദിക്കുന്നത്. സഹായിക്കണം. ഇതാണ് മകൻ സുബിൻ. ഇവനൊരു ബോക്സിംഗ് താരമാണ്. ഈ മിടുക്കന് നിങ്ങളോട് ഒരു വാക്ക് പറയാനുണ്ടാവും. 5 വർഷമായിട്ട് അച്ഛൻ നമ്മളെ കുടുംബത്തോട്ട് ഇത് നോക്കിയിട്ട് പോലും ഇല്ല. അന്ന് തൊട്ട് എൻ്റെ അമ്മയുടെ കണ്ണീര് ഞാൻ കാണുകയാണ്. ഇനി നിങ്ങളെല്ലാവരും സഹായിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീട് തിരിച്ചു കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാകും. സഹായിക്കണം ദയവ് ചെയ്ത്. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, ഇതാണ് ഈ വീടിന്റെ ദുരവസ്ഥ. തീർച്ചയായിട്ടും ശരിക്കും എൻ്റെ മനസ്സ് വിങ്ങുകയാണ്. കാരണം ഇത്രയും കടബാധ്യതയിൽ ഒരു കുടുംബത്തെ ആക്കിയിട്ട് ആ ഒരാള് പോയതിന്റെ ഒരു സങ്കടമാണ്. തീർച്ചയായിട്ടും ഇവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ ബന്ധുക്കളോ തന്നെ ആരും, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികളെ കൊണ്ട് പോകാനൊരിടമില്ല. രോഗിയായ ചേച്ചിക്ക് ഇനി ജീവിതത്തിലൊന്നും പ്രതീക്ഷയില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ളവരുടെ സഹായം ഇവർക്ക് ഈ കുടുംബത്തിനുണ്ടാകണം. എല്ലാവരും എത്രയും വേഗം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. സ്നേഹത്തോടെ സോണിയ മൽഹാർ.